പിയെ പറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായിരുന്നാൽ ഇപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലഘട്ടത്തിലൊക്കെ ആയിട്ട് വളരെ മികച്ച രീതിയിൽ തന്നെ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഒക്കെ തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പുതിയ തീരുമാനങ്ങൾ പബ്ലിക് സെക്ടർ ബാങ്കുകൾക്കൊക്കെ തന്നെ കൂടുതൽ കരുത്ത് പകരും എന്ന് സാറിന് തോന്നുന്നുണ്ടോ? പൊതുവെ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പോലെ അത്രയ്ക്ക് വലിയ ഒരു NPA പെർസെൻറ്റേജ് ഇല്ല. അതിപ്പോൾ സ്വകാര്യ ബാങ്കുകളിലാണെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കുകളിലാണെങ്കിലും ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ആവറേജ് നോക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ 2% അല്ലെങ്കിൽ 3% താഴെയാണ് നോൺ പെർഫോമിംഗ് അസറ്റ്, ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്ന പെർസെൻറ്റേജ് നിൽക്കുന്നത്. അപ്പോൾ ആ സാഹചര്യം കിട്ടാക്കടത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്ന് ബാങ്കിങ് ഇൻഡസ്ട്രി ഇപ്പോൾ തന്നെ ഒരു മെച്ചപ്പെട്ട രീതിയിൽ എത്തിയിട്ടുണ്ട്. അത് നേരത്തെ ഇതുപോലെ ഈ പബ്ലിക് സെക്ടർ ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകൾ ആ പൊസിഷനിൽ എത്തിയിരുന്നില്ലെങ്കിൽ ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കുകളും അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു മെഷേഴ്സ് എടുത്തുകൊണ്ട് പ്രൊവിഷനെല്ലാം നൽകിക്കൊണ്ട് ആ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോൺ പെർഫോമിംഗ് അസറ്റ് ഇൻഡസ്ട്രി ആസ് എ ഹോൾ ഇപ്പോൾ വല്ലാതൊരു ചലഞ്ചിങ് സാഹചര്യം ഇല്ല. അതേസമയം ഓരോ ബാങ്കുകൾക്കും അതിൻ്റെതായിട്ടുള്ള ചില ചലഞ്ചസ് ഉണ്ടാകും. പ്രത്യേകിച്ചും പല ചെറിയ ബാങ്കുകൾക്കെല്ലാം ആ രീതിയിലൊക്കെ ഇനിയും കൂടുതലായിട്ട് സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരേണ്ട സാഹചര്യങ്ങൾ. ഒറ്റപ്പെട്ട ബാങ്കുകൾ നോക്കുകയാണെങ്കിൽ അത് ഇപ്പോൾ ചില ബാങ്കുകളിൽ ഇപ്പോൾ 3% പകരം 4%, 5% വരെയൊക്കെയുള്ള ഒറ്റപ്പെട്ട ബാങ്കുകൾ നമുക്ക് കാണാം. പക്ഷേ എസ് എ ഇൻഡസ്ട്രി, ബാങ്കിങ് ഇൻഡസ്ട്രി ബാങ്കിങ്ങിൽ ഇപ്പോൾ നോൺ പെർഫോമിംഗ് അസറ്റ് താഴെയാണ് നിൽക്കുന്നത്. അത് അതിൻ്റെതായിട്ടുള്ള ഒരു റിക്കവറി മെഷേഴ്സ് എല്ലാം അല്ലെങ്കിൽ കളക്ഷൻ സംവിധാനങ്ങളെല്ലാം മെച്ചപ്പെടുത്തിക്കൊണ്ട് ലോൺ കൊടുക്കുന്നത് കുറച്ചുകൂടെ ശ്രദ്ധാപൂർവ്വം ചെയ്തുകൊണ്ട് ഒക്കെ തന്നെയാണ് ബാങ്കുകൾ അത്തരം സംവിധാനങ്ങൾ ഇപ്പോൾ ഒരു കൺട്രോളിലും മാനേജ്മെന്റിലും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നോൺ പെർഫോമിംഗ് അസറ്റ് വലിയ രീതിയിലുള്ള ഒരു ചലഞ്ച് ഇപ്പോൾ ഇല്ല. അതേസമയം ശ്രദ്ധിച്ചാൽ അറിയാം, നേരത്തെ പുതിയ ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറായിട്ട് വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ ശക്തികാന്ത ദാസ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അൺസെക്വേർഡ് പേഴ്സണൽ ലോണുകളിലേക്കുള്ള എക്സ്പോഷർ കുറച്ചു കൊണ്ടുവരണം എന്നൊക്കെയുള്ള നിബന്ധനകൾ ആവർത്തിച്ച് അധികം പറയുണ്ടായിട്ടുണ്ട്. അതനുസരിച്ച് ബാങ്കുകൾ ഈ അൺസെക്വേർഡ് പേഴ്സണൽ ലോണുകളുടെ ലെൻഡിങ് എല്ലാം കുറച്ചു കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ NBFCയിലേക്കുള്ള എക്സ്പോഷർ കുറച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഏതൊക്കെ ഏരിയയിലാണോ കൂടുതലായിട്ട് ഒരു ത്രെട്ട് കാണുന്നത് അല്ലെങ്കിൽ മുന്നിൽ കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളത് ആ രീതിയിലേക്കുള്ള ആ ഏരിയയിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ചെക്സ് ആൻഡ് കൺട്രോൾസ് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശത്തോടനുബന്ധിച്ച് തന്നെ ബാങ്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ അടുത്ത കാര്യങ്ങളിലൊക്കെ. അതുകൊണ്ട് നോൺ പെർഫോമിംഗ് അസറ്റിന്റെ കാര്യത്തിൽ വലിയൊരു തെറ്റ് ഇൻഡസ്ട്രി കാണുന്നില്ല. ഒറ്റപ്പെട്ട ചില ബാങ്കുകളിലൊക്കെ അങ്ങനെ ചലഞ്ചസ് ഉണ്ട്. അത് അവരുടേതായിട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ള പോളിസി കൊണ്ടും സംവിധാനങ്ങൾ കൊണ്ടൊക്കെ അതിനെ അഡ്രസ് ചെയ്ത് വരുന്നതായി. സാർ, ഇപ്പോൾ ബേസിൽ 3 ക്യാപിറ്റൽ റൂൾസ് അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു ക്രെഡിറ്റ് റിസ്ക് മാനേജ് ചെയ്യാനൊക്കെ ഒരു സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൊണ്ടുവരണമെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ വായ്പ നൽകുമ്പോഴൊക്കെ തന്നെ ഒരു ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യണമെന്ന് ഒക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് പ്രൊവിഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യണം എന്നൊക്കെയുള്ളത് തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടോ? അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യില്ല. എന്ന് വെച്ചാൽ അത് ബാങ്കിങ് സിസ്റ്റം ശക്തിപ്പെടുത്താനുള്ള ഇന്റർനാഷണൽ പ്രോട്ടോകോളാണ്. അത് നമ്മൾ ഇന്ത്യയിൽ മാത്രമുള്ളതല്ല. ബേസിൽ 1 നിന്ന് നമ്മൾ ബേസിൽ 2 എത്തി ഇന്റർനാഷണൽ ലെവലിലാണ്. അത് അന്തർദേശീയ തലത്തിലാണ് ബേസിൽ 1, 2, 3 ആ നോംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതേസമയം ഓരോ രാജ്യത്തിന്റെയും സാഹചര്യം അനുസരിച്ച് അവിടുത്തെ സെൻട്രൽ ബാങ്കിന്, അതായത് റിസർവ് ബാങ്ക് പോലെയുള്ള സെൻട്രൽ ബാങ്കുകൾക്ക് ഓരോ രാജ്യത്തിന്റെയും സാഹചര്യങ്ങൾ അനുസരിച്ച് കുറച്ചൊരു ഫ്ലെക്സിബിലിറ്റിയും വിൻഡോയും എല്ലാം ഓപ്പൺ ആയിട്ടുണ്ടാവും. എത്ര പ്രൊവൈഡ് ചെയ്യണം, എങ്ങനെയായിരിക്കും ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബേസിൽ 2 കഴിഞ്ഞ് ബേസിൽ 3 നമ്മൾ കടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 1/4/27 മുതൽ നമ്മൾ വീണ്ടും ബേസിൽ 3 നോംസിലേക്ക് നമ്മൾ കടക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതൊരു പുതിയ ചർച്ചയല്ല. ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ഇത് ഉള്ളതാണ്. ബേസിൽ 3 നമ്മൾ ട്രാൻസ്ലേഷൻ ആവശ്യമുണ്ട് എന്നുള്ളത് ഒരു പുതിയ ചർച്ചയല്ല. ബാങ്കുകളുടെ മാനേജ്മെന്റിലെല്ലാം തന്നെ ഈ കാര്യങ്ങൾ വേണമെന്ന് റിസർവ് ബാങ്ക് നേരത്തെ പറഞ്ഞിട്ടുള്ളതും അതിനനുസരിച്ചുള്ള ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള രീതിയിലേക്കാണ് ബാങ്ക് ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബേസിൽ 3 നോംസ് അനുസരിച്ച് ഉള്ള ഒരു കാര്യം, കുറഞ്ഞത് 8% ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ആണ് വേണ്ടത്. 8% മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിന്റെ അപ്പുറത്ത് 2.5% ഓരോ റിസ്ക് അനുസരിച്ച് റിസ്ക് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു ബഫറും കൂടെ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10% ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ. ഈ 2.5% എന്നുള്ളത് ഒരു ഇൻഡിക്കേറ്റീവ് നമ്പറായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നതാണ്. ഓരോ ബാങ്കിന്റെയും അവരുടെ ഈ ലോൺ ബുക്കിന്റെ ക്വാളിറ്റി അനുസരിച്ച് അതിന്റെ സ്ട്രെങ്തോ വീക്ക്നെസ്സോ അനുസരിച്ച് 2.5% നിന്ന് മേലെ ആവശ്യമുണ്ടായി. പ്രത്യേകിച്ചും ലോൺ ബുക്കിന്റെ
വീക്ക്നെസ് അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ പോർട്ട്ഫോളിയോയുടെയും റിസ്ക് അനുസരിച്ച് 2.5% കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതും മെയിൻറ്റെയിൻ ചെയ്യാൻ ബാങ്കുകൾ ബാധ്യസ്ഥരാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യണമോ വേണ്ടേ എന്നുള്ളത് ബാങ്കുകൾ തന്നെ തീരുമാനിച്ചാൽ പോരാ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൂപ്പർവിഷനും സബ്ജക്റ്റഡ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും പരിശോധിക്കും ഈ 8% മേലെ 2.5% മതിയോ അല്ലെങ്കിൽ 3% മതിയോ എന്നുള്ളത്. അതും ഇതുപോലെ തന്നെ അക്രോസ് ദ ബോർഡ് അല്ല, ലോൺ ബുക്കിൽ മൊത്തം 3% എന്നല്ല, ഓരോ പോർട്ട്ഫോളിയോയ്ക്കും ഓരോ എക്സ്പോഷറിനും ഇത്ര ശതമാനം കൂടുതൽ വെക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ബാങ്കിങ് സിസ്റ്റത്തെ ഇത് വീക്കൺ ചെയ്യില്ല. അതേസമയം ഈ ബാങ്കുകളുടെ ലോൺ ബുക്ക് ചലഞ്ചുള്ള ബാങ്കുകൾക്ക് 2.5% മേലെ 3% അല്ലെങ്കിൽ 3.5% ഒക്കെ വെക്കേണ്ട സാഹചര്യം വന്നാൽ അതിനു വേണ്ടിയുള്ള ഒരു ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ കീപ്പ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം അത്തരം ബാങ്കുകൾക്ക് ഉണ്ടാവും. അപ്പൊ ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട് കൊണ്ടുപോകുന്ന ഒരു നീഡ് എല്ലാ ബാങ്കുകൾക്കും ഉണ്ടാവും. എല്ലാ ബാങ്കുകളും ഒരുപോലെ ആയിട്ടല്ല ബേസിൽ 3 നോംസിൽ പ്രത്യേകിച്ചും ഈ ബഫർ റേഷ്യോ എല്ലാം വരാൻ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ചും അസറ്റ് ബുക്ക് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് ആരോഗ്യപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ കുറവ് മതി. അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള എഫിഷ്യൻസിയും കൂടും, പെർഫോമൻസ് കൂടും, കോസ്റ്റ് കുറവ് മതി. കൂടുതൽ ക്യാപിറ്റൽ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കോസ്റ്റാണ് പ്രവർത്തനങ്ങൾക്ക്. അപ്പൊ കോസ്റ്റ് കുറവ് മതി. അതുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ കുറവ് മതി, ബഫർ കുറവ് വെച്ചാൽ മതിയാവും. അപ്പോൾ അവരുടെ പ്രവർത്തനം വീണ്ടും സപ്പോർട്ടീവ് ആയിരിക്കും. ഇതൊരു കോംപ്ലിമെന്ററി പ്രോസസ്സാണ്. അസറ്റ് ബുക്ക് നല്ലതാകുമ്പോൾ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ കുറവ് മതിയാവും. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ കുറവ് മതിയാകുമ്പോൾ അവരുടെ വർക്കിംഗ് എഫിഷ്യൻസി കൂടും, കൂടുതലായിട്ടുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയും, കൂടുതലായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് റിട്ടേൺ ഒക്കെ റെക്കോർഡ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ അതുകൊണ്ട് the better the performance, the lesser the capital adequacy ratio, the higher the performance situation. അപ്പൊ അതുകൊണ്ട് ബാങ്കിങ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള സംവിധാനമാണ്. ചലഞ്ചസ് ഉള്ള ബാങ്കുകൾ, ഒറ്റയ്ക്കുള്ള ബാങ്കുകൾ ആ ചലഞ്ചസ് മീറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ അവരുടെ ഇന്റേണൽ മെഷീനറി വഴി, സംവിധാനങ്ങൾ വഴി, പ്രവർത്തനങ്ങൾ വഴി, പോളിസികൾ വഴി ഒക്കെ കണ്ടെത്തേണ്ടതാണ്. ഇവിടെ സാർ പരിശോധിക്കുകയാണെങ്കിൽ മുൻപൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ബാങ്കുകൾക്കായാലും അവരുടെ സഹോദര സ്ഥാപനങ്ങൾക്കായാലും ഒക്കെ തന്നെ ഒരേ രീതിയിലുള്ള ഒരു ബിസിനസ് ചെയ്യാനൊക്കെയുള്ള ഒരു അനുമതി നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ ഒരു റെഗുലേഷനും ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആക്ടിവിറ്റി ഒക്കെ തന്നെ കൂടുതൽ ഡൈവേഴ്സിഫൈ ചെയ്യാനും കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് ഒരു കൂടുതൽ പ്രൊഡക്ട്സും സർവീസസും ലഭ്യമാക്കാനും ഒക്കെ നിലവിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു നയംമാറ്റം മൂലം കാരണമാകുമോ? ഞാൻ മനസ്സിലാക്കുന്നത് നിഖിൽ സംസാരിച്ച് നമ്മുടെ ഗ്രൂപ്പ് എക്സ്പോഷറിന്റെ, അതായത് ഒരു കമ്പനിയുടെ തന്നെയുള്ള ഗ്രൂപ്പ് എക്സ്പോഷറിലേക്കുള്ള എക്സ്പോഷർ ലിമിറ്റിനെ കുറിച്ച് ഇന്ന് മോണിറ്ററി പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ഡിസ്കഷൻ കൊണ്ടുപോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നേരത്തെ ഒരു അപ്പർ ലിമിറ്റ് ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് എക്സ്പോഷർ എന്ന് പറയും. ഒരു കമ്പനിയാണ്, ആ കമ്പനിയുടെ സിസ്റ്റർ കൺസേൺസും അവരുടെ ഗ്രൂപ്പ് കൺസേൺസും എല്ലാം കൂടെ കൊടുക്കാൻ കഴിയുന്ന പരമാവധി ലോൺ തുക 10,000 കോടി രൂപയായിരുന്നു. അതായത് ഗ്രൂപ്പ് എക്സ്പോഷറാണ്. ഇത് എല്ലാ ബാങ്കുകളിലും ഒരുപോലെയായിരുന്നു. ഇപ്പോൾ ആ ഒരു ഗ്രൂപ്പ് എക്സ്പോഷർ ലിമിറ്റ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്തു കളഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ബാങ്ക് ഇൻഡസ്ട്രി വൈഡ് ആയിട്ട് അങ്ങനെ ഒരു 10,000 crores എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എക്സ്പോഷർ വേണ്ട. ഓരോ ബാങ്കിന്റെയും അവർക്ക് അവരുടെ ഒരു അസറ്റ് ക്വാളിറ്റി ബുക്കിൻ്റെ അനുസരിച്ചും പോളിസി അനുസരിച്ചും അവർക്ക് എടുക്കാവുന്ന കംഫർട്ട് അനുസരിച്ചും എല്ലാം തന്നെ ഇതിൽ വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. ഉദാഹരണത്തിന് ഒരു ചെറിയ ബാങ്ക് ആണെങ്കിൽ 10,000 കോടി രൂപയേക്കാൾ വിട്ടുള്ള ഒരു എക്സ്പോഷർ എടുക്കാൻ അവർക്ക് സാധിക്കില്ല. അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ പോലും 10,000 കോടി രൂപയോ അല്ലെങ്കിൽ ഒരു പക്ഷേ 1,000 കോടി രൂപ പോലും എടുക്കാൻ പറ്റാത്ത ചെറിയ ബാങ്കുകൾ ഉണ്ടാവാം. വലിയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള വലിയ ബാങ്കുകളാണെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് അങ്ങനെയൊക്കെയുള്ള ബാങ്കുകളാണെങ്കിൽ ICICI ബാങ്ക്, HDFC ബാങ്ക് പോലായിട്ടുള്ള വലിയ ബാങ്കുകളാണെങ്കിൽ, കോട്ടക്ക് അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള വലിയ ബാങ്കുകളാണെങ്കിൽ അവരുടെ സൈസ് അനുസരിച്ചും അവരുടെ സ്ട്രെങ്ത് അനുസരിച്ചും ഒരുപക്ഷെ അവർക്ക് 10,000 കോടി രൂപയേക്കാൾ കൂടുതൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എക്സ്പോഷർ എടുക്കാനും സാധിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഗ്രൂപ്പ് എക്സ്പോഷറിന്റെ ലിമിറ്റ് ആണ് ഇപ്പോൾ റിമൂവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ ബാങ്കുകൾക്കും ആ കാര്യങ്ങൾ തീരുമാനിക്കാവുന്നത്. അപ്പോഴും സാധാരണ രീതിയിൽ വലിയൊരു എമൗണ്ട് ഒരു ഗ്രൂപ്പിന് എക്സ്പോഷർ വരുമ്പോൾ ഉള്ള ഒരു റിസ്ക്, കോൺസെൻട്രേഷൻ റിസ്ക് എന്ന് പറയും ബാങ്കുകൾ. ഒരു ആൾക്ക് മാത്രം അല്ലെങ്കിൽ ഗ്രൂപ്പിന് മാത്രം കൂടുതൽ തുക കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ അത്രയും തുക അല്ലെങ്കിൽ അത്രയ്ക്കും എക്സ്പോഷറിന്റെ ഒരു ഡിഫിക്കൽട്ടി ഈ ഒരു ബാങ്കിങ് സ്ഥാപനത്തിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഏരിയയിലേക്ക് മാത്രം, ഒരു ഗ്രൂപ്പിലേക്ക് മാത്രം വലിയൊരു തുക എക്സ്പോഷർ എടുക്കരുത് എന്ന് ഒരു നിബന്ധന ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പം ആ നിബന്ധന നീക്കിയപ്പോൾ പോലും
കോൺസെൻട്രേഷൻ റിസ്ക് എന്ന് പറയുന്ന ഒരു റിസ്ക് മെട്രിക്സ് എല്ലാ ബാങ്കുകളിലും ചെയ്യേണ്ടതാണ്. അതൊരു റിസ്ക് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള പോളിസികളും അതനുസരിച്ചുള്ള സംവിധാനങ്ങളും കംപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ വേണ്ടി വരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബാങ്കുകൾ 10,000 മേലെ എടുക്കാമോ അല്ലെങ്കിൽ എത്ര എടുക്കാം എന്നൊക്കെയുള്ള തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ ഈ തീരുമാനം കൊണ്ട് ബാങ്ക് ക്രെഡിറ്റിന്റെ അവൈലബിലിറ്റി, ആവശ്യമായിട്ടുള്ള ഒരു നീഡ് ബേസ്ഡ് ആയിട്ടുള്ള അവൈലബിലിറ്റി ഓഫ് ബാങ്ക് ക്രെഡിറ്റ് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, ഈ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഇന്നത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു സംവിധാനം കൂടിയാണ് ഈ ലിമിറ്റ് എടുത്ത് മാറ്റിയത്. അതുവഴി ആവശ്യമുണ്ടെങ്കിൽ നീഡ് ബേസ്ഡ് ആയിട്ട് എലിജിബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന് കൂടുതലായിട്ട് തുക കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടെ ഈ ഒരു ഗ്രൂപ്പ് എക്സ്പോഷർ ലിമിറ്റിന്റെ റിമൂവൽ വഴി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ന് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും രണ്ട് രീതിയിൽ ഇഫക്റ്റ് ഉണ്ടാവും. ഒന്ന്, ബാങ്ക് ക്രെഡിറ്റിന്റെ അവൈലബിലിറ്റി കൂടും, ബാങ്ക് ക്രെഡിറ്റിന്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കും. അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള ഏരിയയിലേക്ക്, ഗ്രൂപ്പിലേക്ക് ആണെങ്കിൽ പോലും കൂടുതലായിട്ടുള്ള കൊടുക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ബാങ്ക് ക്രെഡിറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ബാങ്ക് ക്രെഡിറ്റിന്റെ കാര്യത്തിൽ ഇന്നത്തെ മോണിറ്ററി പോളിസിയിൽ വന്നിരിക്കുന്ന മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടെ നമ്മൾ ഇന്നത്തെ നമ്മുടെ വ്യൂവേഴ്സ് അറിയുന്നത് നന്നായിരിക്കും. ഒന്ന്, ഇക്വിറ്റി മാർക്കറ്റിലേക്കുള്ള ഷെയർ വാങ്ങിക്കാനുള്ള ഉള്ളൊരു ലോൺ നേരത്തെ ബാങ്കുകൾ ഒരാൾക്ക് 20 ലക്ഷം രൂപ വരെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിപ്പോൾ 1 കോടി രൂപ വരെയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ബാങ്കുകളുടെ ഒരു ലെൻഡിങ് ഓപ്പർച്യൂണിറ്റി അവിടെ കൂടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ ആളുകൾക്കും കൂടുതലായിട്ട് ഷെയർ വാങ്ങിക്കാനുള്ള, ഇക്വിറ്റി ഷെയറിൽ വാങ്ങിക്കാനുള്ള ആ അവൈലബിലിറ്റി നേരത്തെ ഉണ്ടായിരുന്ന 20 ലക്ഷത്തിൽ നിന്ന് 1 കോടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ IPO-യിലേക്കുള്ള ഇനീഷ്യൽ പബ്ലിക് ഓഫറിലൂടെ ഷെയർ വാങ്ങിക്കാൻ നേരത്തെ ഉണ്ടായിരുന്ന 5 ലക്ഷം രൂപയിൽ നിന്ന് ഇപ്പോൾ അത് 25 ലക്ഷം രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ബാങ്കുകളുടെ ക്രെഡിറ്റ് ഗ്രോത്തിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ക്രെഡിറ്റ് അവൈലബിലിറ്റി സിസ്റ്റത്തിൽ കൂട്ടാനുള്ള സംവിധാനങ്ങളാണ്. അപ്പൊ അതൊക്കെ ഗ്രോത്തിനെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന മെഷേഴ്സാണ്. ഞാൻ ഡിസ്ട്രിക്റ്റിൽ പറഞ്ഞത് വേണം.